കേശവദാസപുരത്തെ കാഴ്ച എന്താണ്? അവിടെയും സമാനമാണോ ദൃശ്യങ്ങൾ? തീർച്ചയായും രേണുക, നമ്മൾ പ്രതീക്ഷിച്ച ഷെഡ്യൂളുകളെല്ലാം തെറ്റുമെന്ന് ഉറപ്പാണ്. കാരണം ആ ഷെഡ്യൂളുകൾക്ക് അപ്പുറമുള്ള വലിയ ആൾക്കൂട്ടമാണ് നഗരമേഖലകളിൽ തന്നെയുള്ളത്. പട്ടത്ത് നിന്ന് പുറപ്പെട്ട് ഇവിടെ കേശവദാസപുരത്തേക്ക് വിലാപയാത്ര എത്തിച്ചേരുന്നേയുള്ളൂ. പക്ഷേ ഈ ദൃശ്യങ്ങൾ നോക്കുക, എത്ര വലിയ ഒരു ആൾക്കൂട്ടമാണ് ഈ നഗരവീഥിയിൽ ഈ കേശവദാസപുരത്തെ ഈ ജംഗ്ഷനിൽ കാത്തു നിൽക്കുന്നത് നോക്കൂ. സ്ത്രീകളും കുട്ടികളും യുവാക്കളും ഒക്കെ അടക്കം വലിയൊരു ജനാവലി ഇവിടെ കാത്തു നിൽക്കുകയാണ്. VS-ന് വിട ചൊല്ലുവാൻ VS-നെ കാത്തു നിൽക്കുകയാണ്. ഈ വിലാപയാത്ര ഇവിടേക്ക് എത്തുന്നത് വരെ ഒരു വലിയ ആൾക്കൂട്ടമാണ് റോഡിന്റെ ഇരു സൈഡിലുമായി കാത്തു നിൽക്കുന്നത്. വലിയ ആൾക്കൂട്ടമാണ് ഇരു വശങ്ങളിലുമായി നിൽക്കുന്നത്. സമാനമായ കാഴ്ചയാണ് തൊട്ടപ്പുറയുള്ള ഉള്ളൂർ ജംഗ്ഷനിലും ഉള്ളത്. ഓർക്കുക, നഗരം പിന്നിട്ടിട്ടില്ല. 2 മണിക്കൂറിലധികം സമയമാവുന്നു വിലാപയാത്ര ആരംഭിച്ചിട്ട്. പക്ഷേ അതെങ്ങും എത്തിയിട്ടില്ല എന്നതാണ്. നമുക്ക് മുന്നിൽ ഉമ്മൻചാണ്ടിയുടെ വിലാപയാത്ര കടന്നുപോയ അനുഭവമുള്ളതാണ്. സമാനമായ കാഴ്ച തന്നെയാണ്. ഇതുവരെയും കഴിയുന്നില്ല. എന്തായാലും ഷെഡ്യൂളുകൾ നേരത്തെ നിശ്ചയിച്ച സമയക്രമങ്ങളെല്ലാം തെറ്റുമെന്ന് ഉറപ്പാണ്. അത്ര അധികം ആൾക്കൂട്ടമാണ് VS-ന് വിട ചൊല്ലുവാൻ കാത്തു നിൽക്കുന്നത്. നഗരവീഥികളിലെ ഒരു ചിത്രം ഇങ്ങനെയാണ്. പക്ഷേ ഇതിന് അപ്പുറത്തേക്ക് ചൊല്ലുമ്പോൾ ഇവരിൽ പലരും ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിലോ AKG സെന്ററിലോ ഒക്കെ വന്ന് കണ്ടതാവാം VS-നെ ഒരു വട്ടം. പക്ഷേ അവർ വീണ്ടും കാത്തു നിൽക്കുകയാണ് VS-നെ കാണാൻ വേണ്ടി. നിങ്ങളൊക്കെ എത്ര സമയമായി ഇവിടെ നിൽക്കുന്നു?